കർത്താവിന്റെ ദാസൻ യാത്രയിലായിരിക്കുന്നല്ലോ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. നാളെ മുതൽ കർത്താവിന്റെ ദാസൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. ഇന്ന് രാത്രികാലവും ഇപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം ആമേൻ ഇടയാക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ ഭാഗങ്ങളിലേക്കായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്ത തുടങ്ങിയത്. സ്തോത്രം. നമുക്ക് ഒരിക്കൽ കൂടെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങൾ നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 12, 13, 14. കൊലോസ്യൻ ചാപ്റ്റർ 3 വേഴ്സ് 12 to 14. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അനുഗ്രഹീതമായ വചനത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒന്നൊരാഴ്ചകൾക്ക് മുമ്പ് ഈ വചനം ചിന്തിച്ച സമയത്ത് ദൈവസന്നിധിയിൽ അതിന്റെ ആദ്യ ഭാഗത്തെ പറയുവാനിടയായിരുന്നു. നമ്മൾ ദൈവത്തിന്റെ വൃതന്മാരാണ്, സെലക്ട് ചെയ്യപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് നമ്മളെന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. രണ്ടാമതായി നമ്മൾ വിശുദ്ധരാണ് എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം ലോകത്തിന്റെ നടുവിൽ നിന്നും തന്റെ സഭയായി തനിക്ക് വിശുദ്ധരായി മാറ്റിവെച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലായി. സ്തോത്രം. മൂന്നാമതായി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർത്താവിന് അത്ര പ്രിയം നമ്മളോട് തോന്നി. കർത്താവിന് പ്രിയപ്പെട്ടവരായിരുന്നു നമ്മളെന്നും നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. സ്തോത്രം. നമ്മൾ വ്രതന്മാരാണ്, ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്, പ്രിയരാണ് എന്ന ഭാഗമാണ് ആ ദിവസങ്ങളിൽ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഞാൻ അതിനകത്ത് ദൈവത്തിനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമായിരുന്നു. നമ്മൾ വിശുദ്ധരായതുകൊണ്ടും പ്രിയരായതുകൊണ്ടും യേശുവിനെ കുറിച്ചുള്ള ബോധ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുവാനിടയായി തീർന്നു. ഒരു വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ യേശു ആരാണെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ദൈവമക്കളായി തീർന്നത് കൊണ്ടാണ് എന്നതാണ്. സ്തോത്രം. ഒരു മനുഷ്യനും ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ലോകത്തിന്റെ അറിവുകൾ കൊണ്ടോ അനുഭവങ്ങൾ കൊണ്ടോ യേശു രക്ഷിതാവെന്നും യേശുവിനെ കുറിച്ചുള്ള ആഴമായ ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച ഒരു മനുഷ്യൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ആയിരുന്നു മരിച്ചത് എന്ന് ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതാണ് കൊലോസ്യ ലേഖനത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ആശയവും. ജ്ഞാനം എന്ന് പറയുന്നത് ലോകം ഓടുന്ന ലോകത്തിന്റെ ജ്ഞാനമല്ല. ആ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി കളഞ്ഞു എന്ന് 1 കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്നു. സ്തോത്രം. ലോകം മാന്യതയുടെയും ഉയർച്ചകളുടെയും കാര്യങ്ങൾ പറയുന്നതിനാണ് ലോകത്തിന്റെ ജ്ഞാനമുള്ളവർ, വിവരമുള്ളവർ എന്ന് ലോകം പറയുന്നത്. എന്നാൽ ലോകത്തിന്റെ ഏറ്റവും ജ്ഞാനം കുറഞ്ഞതും ഒരിക്കലും ജ്ഞാനമല്ലെന്ന് ചിന്തിക്കുന്നതുമായ ക്രൂശിൽ കൂടി ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ പദ്ധതി പൂർത്തീകരിച്ച് ലോകത്തിന്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കി, ആ ഭോഷത്വമെന്ന് ലോകം വിധി എഴുതിയത് സഭയ്ക്ക് ദൈവത്തിന്റെ ശക്തിയാക്കി മാറ്റി എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യരിൽ വേറൊരു രീതിയിൽ പറയുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ് വെക്കുന്നത്. സ്തോത്രം. അവിടെ എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ക്രൂശിന്റെ കഥ അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നു. സ്തോത്രം. ലോകത്തിന് നോക്കുമ്പോൾ 33.5 വയസ്സിൽ ഒരു മനുഷ്യൻ തകർക്കപ്പെടുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണിയപ്പെടുകയായിരുന്നു. സ്തോത്രം. ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. സ്തോത്രം. ഞാൻ കർത്താവിന് പ്രിയനായി തീരുകയായിരുന്നു. ഞാൻ കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ യോഗ്യത എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശാണ്. സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ടാണ് ദൈവം ഓരോ ബൈബിൾ ക്ലാസ്സുകളിൽ കൂടിയും ഓരോ വചനചിന്തകളിൽ കൂടിയും യേശുവിനോട് നമ്മളെ അടുപ്പിക്കുന്നത്. സ്തോത്രം. യേശുവിനോട് നമ്മളെ അടുപ്പിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ കർത്താവിന് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. സ്തോത്രം. നമ്മൾ കർത്താവിന് ഒത്തിരി സ്തോത്രം വിശുദ്ധരായി മാറ്റി നിർത്തപ്പെട്ടവരാണ്. സ്തോത്രം. ദൈവത്തിന് നമ്മളെ
കൈവിടുവാൻ മനസ്സില്ലാത്തവരായതുകൊണ്ടാണ് ഓരോ ദിവസങ്ങളിലും യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും സ്തോത്രം വലിയ ദൈവപ്രവൃത്തി എന്ന് പറയുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നതും യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ഓരോ ലേഖനങ്ങളിൽ കൂടിയും ഓരോ പുസ്തകങ്ങളിൽ കൂടിയും ഓരോ അധ്യായങ്ങളിൽ കൂടിയും ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുൻപാകെ വരച്ചു കാണിച്ചു. സ്തോത്രം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, യേശുവിനെ കുറച്ചുകൂടി നമ്മുടെ ലൈഫുമായി ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കർത്താവിന്റെ വെളിപ്പാട് നമ്മളിൽ വരുന്നു. അതായത് നമ്മൾ വിശുദ്ധരാണെന്നും നമ്മൾ പ്രിയരാണെന്നുമാണ് അന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മളെ ആക്കി വെച്ചത് കൊണ്ട് നമ്മളിൽ അത് ദൈവം പ്രതീക്ഷിക്കുന്ന ചില സ്വഭാവങ്ങളാണ് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. കർത്താവ് ലോകത്തിന്റെ നടുവിൽ നിന്നും തന്റെ പ്രത്യേക പദ്ധതിക്കായിട്ട് ദൈവം നമ്മളെ പോലെ ചിലരെ വേർതിരിച്ചു വെച്ചിട്ട് ക്രിസ്തു എന്ന ആഴത്തിലുള്ള ഒരു റെവലേഷൻ, വെളിപ്പാടിലേക്ക് ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ മുന്നിൽ തുറന്ന് കാണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. നമ്മൾ ധരിക്കേണ്ടത് മനസ്സലിവുള്ളവരായിരിക്കുവാൻ വേണ്ടിയാണ്, ദയവുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്, താഴ്മയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്, സൗമ്യതയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്, ദീർഘക്ഷമയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്, ക്ഷമയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്, എല്ലാ തുലുപരിയായി സ്നേഹമുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഈ വേദഭാഗങ്ങളെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നമ്മൾ പോലും അറിയാതെ ഈ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഇന്ന് ചിന്തിച്ചത് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. സ്തോത്രം. അവിടെ പറയുന്ന മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്ന് പറയുന്ന വേദഭാഗങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം. കേവലം അതുകൊണ്ടാണ് പറഞ്ഞ ധരിക്കാൻ പറയുന്നത്. സ്തോത്രം. മറ്റൊരു മനുഷ്യനെ ധരിക്കുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുന്നത് പോലെ വിവിധ ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് വിവിധ നിലവാരത്തിലാണ് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ സത്യത്തിൽ നമ്മൾ അടുത്തു മനസ്സിലാക്കിയാൽ എല്ലാത്തിന്റെ ആശയം ഒന്ന് തന്നെയാണ്. സ്തോത്രം. വിവിധ സാഹചര്യങ്ങളിലാണ് പൗലോസ് അത് ജ്ഞാനവാദം ഉയർന്നു നിൽക്കുന്നിടത്ത് ജ്ഞാനത്തെക്കുറിച്ച് ആഴത്തിൽ പറയുകയും, അല്ലെങ്കിൽ ജ്ഞാനവാദത്തെക്കുറിച്ച് പറഞ്ഞ് തെളിയിക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ മറ്റൊരു രീതിയിൽ കൊലോസ്യ ലേഖനത്തിലോ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ വെളിപ്പെടുത്തുന്നത് പോലെ വെളിപ്പെടുത്തുകയും മറ്റു ചില ഭാഗങ്ങളിൽ യേശുവിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നമുക്ക് ഇന്ന് ആ ലേഖനങ്ങളിലേക്ക് ഒന്ന് പോയി ചിന്തിച്ച് പെട്ടെന്ന് മടങ്ങി വരുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുന്ന ഓരോ അവസരങ്ങളും കർത്താവിനെ അറിയുവാൻ കിട്ടുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി, അത് ഏറ്റവും അത്യാവശ്യമുള്ള ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി നമുക്ക് ക്രിസ്തുവിന്റെ ആ ഭാവത്തിലേക്കും സ്വഭാവത്തിലേക്കും നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സ്തോത്രം. അതിലാദ്യമായി പറയുന്ന ഒരു ഭാഗം ഇതാണ്. സ്തോത്രം. മനസ്സലിവ്, കമ്പാഷൻ, അല്ലെങ്കിൽ നമുക്ക് സിമ്പതി, ഒരു ആർദ്രതയോടുകൂടി ഒരു വലിയ ഒരു കരുണയോടുകൂടി നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ട ഒരു മനസ്സലിവ് അല്ലെങ്കിൽ ഒരു കരുണ എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം യേശു കർത്താവ് തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലാണെന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലാണെന്ന് പറയുന്നത്, മനസ്സലിവുള്ളവരാകണം എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു. ഇവിടെ പൗലോസും അത് സഭയോട് രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. എന്താണ് മനസ്സലിവ് എന്ന് പറഞ്ഞാൽ? നമുക്ക് സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം. മനസ്സലിവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് തോന്നുന്ന കരുണയുടെ മുഖമാണ്, അല്ലെങ്കിൽ അവരോട് തോന്നുന്ന ഒരു മനോഭാവമാണ്, സിമ്പതി, ഒരു കരുണയുടെ മുഖമാണ് മനസ്സലിവ് എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ബൈബിൾ അതിനെയാണ് മനസ്സലിവ് എന്ന് രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭാവമാണ്. അതൊരു പക്ഷേ ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കിയ ശത്രുവിനോട് പോലും നമുക്ക് തോന്നും. സ്തോത്രം. യഥാർത്ഥത്തിൽ മനസ്സലിവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നാളെ അവർ നമുക്ക് പ്രയോജനമാകുമോ എന്നുള്ളത് നോക്കിയിട്ടല്ല മനസ്സലിയുന്നത്. ബൈബിളിലെ മനസ്സലിവ് എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരുപക്ഷെ നാളെ അവർ നമ്മളെ വഞ്ചിക്കുന്നവരാകാം,
നാളെ ഒരുപക്ഷെ അവർ നമ്മളെ വേദനിപ്പിക്കുന്നവരാണെന്ന് ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാമായിരിക്കാം. പക്ഷെ അവരുടെ മുന്നിൽ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു 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 കരുണയുടെ മുഖമാണ്, ഒരു 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 എന്താണ്, ഒരു സിമ്പതിയാണ്, ഒരു 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 ആർദ്രതയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന മനസ്സലിവ് എന്ന് പറഞ്ഞാൽ. അത് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നത് ബൈബിളിൽ ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. ഞാൻ അതെല്ലാം പറയാതെ യേശുവിൽ അത് കണ്ട 1-2 ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ ആമേൻ യേശു കർത്താവിന് മനസ്സലിഞ്ഞു എന്ന് ആമേൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കൊന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം, 36, 9 verse 36. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കി തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആമേൻ. ഇവിടെ കർത്താവ് പറയുന്ന ഭാവം കണ്ടോ? കർത്താവിന്റെ ഭാവം കൊണ്ടോ? യേശുവിന് ആമേൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആളുകൾ ചിന്നിച്ചിതറി നിൽക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ ബൈബിളിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി. യേശു ഉപദേശിച്ചതും യേശു ശുശ്രൂഷിച്ചതും യേശു മറ്റുള്ളവരോട് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതും ആമേൻ മനസ്സലിവുള്ളത് കൊണ്ടാണ്. സ്തോത്രം. കാരണം നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അവരോട് സ്വർഗരാജ്യം പറയേണ്ടതും ദൈവരാജ്യം പറയേണ്ടതും നമ്മുടെ ഒരു കടമയായതുകൊണ്ട് മാത്രമല്ല. സ്തോത്രം. യേശു എന്താ ഇവിടെ പറയുന്നത്? ആമേൻ, പിതാവിനോട് അപേക്ഷിക്കുകയും കൊയ്ത്തു വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അത് മനസ്സലിവിൽ നിന്ന് വന്ന ഒരു ഭാവമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഭൗതികമായി ആ വ്യക്തിക്കുള്ള നേട്ടമല്ല നമ്മുടെ വിഷയം, ഭൗതികമായ ആ വ്യക്തിയുടെ മോശമായ സ്വഭാവമല്ല നമ്മുടെ വിഷയം. ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ യേശു കണ്ടതുപോലെ കാണാൻ കഴിയണം. എന്താണ് യേശു കാണുന്നത്? അവൻ യേശു എന്നെയും നിങ്ങളെയും കണ്ട സമയത്ത് കണ്ടത് എന്താണെന്നറിയാമോ? ജെയിംസിന്മേൽ ഞാൻ മനസ്സലിഞ്ഞില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകും. സ്തോത്രം. അങ്ങനെയാണ് നിങ്ങളെയും യേശു കണ്ടപ്പോൾ കർത്താവിന് തോന്നിയത്. ആ മനസ്സലിവിലാണ് ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകൾ ആമേൻ ദൈവം നമ്മളിലേക്ക് പകർന്നു തന്നത്. യേശു കർത്താവ് ഇടയനില്ലാത്ത ആടുകളെ പോലെ തെറ്റി ഉഴയുന്ന മനുഷ്യരെ കണ്ടപ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ മാത്രമാണ് യേശു കർത്താവ് ഉപദേശിച്ചത്. ലോകത്തിന്റെ ഉയർച്ചകളെ യേശു ഒരിക്കലും പ്രസന്റ് ചെയ്ത് കാണിച്ചില്ല. സ്തോത്രം. ലോകത്തിന്റെ മഹത്വത്തെ യേശു ഒരിക്കലും പ്രസന്റ് ചെയ്ത് കാണിച്ചില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയത്തിൽ ഞാൻ പറഞ്ഞാൽ, ഇന്നത്തെ പുൾപിറ്റുകളിൽ ആമേ സ്തോത്രം യഥാർത്ഥ മനസ്സലിവ് ആകപ്പെട്ട ഇടയന്മാർക്കില്ലെന്നുള്ളതിന് തെളിവാണ് ആളുകൾ ദൈവരാജ്യത്തെ പ്രസന്റ് ചെയ്യാത്തത്. അവർ ഇടയനില്ലാത്ത ആളുകളെ പോലെ ഉഴഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരെ ചൂഷണം ചെയ്ത്, അവരുടെ ഇമോഷനെ ആമേൻ അവർ ചൂഷണം ചെയ്തുകൊണ്ട്, അവരുടെ സാമ്പത്തികത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, അവരുടെ ലൈഫിൽ ഒരു മനസ്സലിവിന്റെ ഭാവമേ ഇല്ലാതെ അവർ ശുശ്രൂഷിക്കുകയാണ്. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്, കൊയ്ത്തു വളരെ ഉണ്ട്, സത്യം. എന്നാൽ എൻ്റെ മനോഭാവത്തിൽ ഞാൻ ഇടയനായി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് തന്റെ ഐഹിക കാലത്ത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ ആമേൻ പലവട്ടം പറഞ്ഞിട്ടും ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. സ്തോത്രം. എന്നിട്ടും യേശു കർത്താവ് ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ എന്നെ ആമേൻ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തിന് തേടി വരും. ഇത് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. സ്തോത്രം. ഇതേ ഭാവം തന്നെയാണ് യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കൊയ്ത്തിനായി ആക്കപ്പെട്ടവരുടെ മേൽ ദൈവം പ്രതീക്ഷിക്കുന്ന മനോഭാവം, മനസ്സലിവ് എന്ന ഭാവം. സ്തോത്രം. നമ്മുടെ ലൈഫിൽ യഥാർത്ഥ മനസ്സലിവിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ യേശുവിന്റെ ഭാവം പോലെ ഇടയനില്ലാത്ത മനുഷ്യരെ കാണുമ്പോൾ നമുക്കൊരു ഭാരമുണ്ടാകും. എന്നിവ പറഞ്ഞല്ലോ, അവർ നരകത്തിലേക്ക് പോകുന്നു. ഇവരെ ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, സ്തോത്രം, നമ്മൾ കാണുന്ന പകുതിയിലേറെ ആളുകളും ഗൈഡ് ചെയ്യാൻ, നന്നായി അവരെ ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട്, നന്നായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത്,
കുറ്റം പറയുവാൻ ആളുകളുണ്ട്. എന്നാൽ ഇടയനില്ലാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്ന ജനമുണ്ടെന്ന് മനസ്സിലാക്കി അവരോട് നമുക്ക് മനസ്സലിയുവാൻ കഴിയണം. സ്തോത്രം. അവരോട് നമുക്ക് കരുണ തോന്നാൻ കഴിയണം. അങ്ങനെ കരുണ തോന്നിയതുകൊണ്ടാ എന്നോ ഒരിക്കൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വെളിപ്പാടുകളായി കടന്നു വന്നത്. സ്തോത്രം. ദൈവം നമ്മളോട് മനസ്സലിഞ്ഞു. സ്തോത്രം. ഇത് പത്രോസിന് അവൻ വെളിപ്പെട്ടു വന്നതല്ല, പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. കാരണം കർത്താവ് ആ വ്യക്തിയോട് മനസ്സലിയുന്നു. സ്തോത്രം. ഇനി ഈ മനസ്സലിവിന്റെ ഭാഗത്തെക്കുറിച്ച് അതിനോട് ചേർത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചാട്ടെ. സ്തോത്രം. രണ്ടാമത് യേശു മനസ്സലിയുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും അവൻ യേശു കർത്താവ് മനസ്സലിഞ്ഞ ഭാഗത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 14, 14-ലും യേശു കർത്താവിന്റെ മനസ്സലിവിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. When he went ashore, when he went ashore and saw a great throng of people, he had compassion for them and cured their sick. ആമേൻ. കർത്താവായി യേശു ക്രിസ്തുവിന് മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നതിന് ഇന്നും വിവാദമായി പല ഉപദേശങ്ങൾ കടന്നു വരുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അതിൽ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മശിഹാത്വത്തിന്റെ തെളിവായിട്ടാണ് ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മനുഷ്യൻ സൗഖ്യമാക്കാത്തതുപോലെ യേശു സൗഖ്യമാക്കിയതെന്ന് ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് മശിഹയാണെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയായിരുന്നു യേശുവിന്റെ അത്ഭുതങ്ങൾ. കേവലം അത്ഭുതങ്ങൾ മാത്രമല്ല, ആമേൻ, നമുക്കത് അടയാളങ്ങളാണെന്ന് പോലും ആമേൻ ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്ര യോഹന്നാൻ അത് പറയുന്നത് ഇങ്ങനെയാണ്: യേശു രേഖപ്പെടുത്തിയതിൽ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനെ വിശ്വസിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. യേശുവിന്റെ എല്ലാ അത്ഭുതങ്ങളും ഞാൻ എഴുതി തുടങ്ങിയാൽ ഈ ലോകത്തിൽ തന്നെ പുസ്തകങ്ങൾ ഒതുങ്ങില്ല എന്ന് ആമേൻ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് യേശു അത്ഭുതം ചെയ്തതുപോലെ ചരിത്രത്തിൽ ആരും അത്ഭുതം ചെയ്തിട്ടില്ല. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും യേശു അത്ഭുതം ചെയ്തതുപോലെ. കാരണം അത് മശിഹയുദ്ധത്തിന്റെ ഒരു തെളിവ് കൂടെയായിരുന്നു. ആ തെളിവ് ആമേൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനോട് അടുക്കലേക്ക് ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ ആളിനെ അയച്ച് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണമോ? അപ്പോൾ യേശു കർത്താവ് പറയുന്നത്, അതെ ഞാനാണ് എന്നല്ല പറയുന്നത്, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് പറവിൻ. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, ആമൻ കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, ആമൻ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് യോഹന്നാനോട് അറിയിപ്പിൻ. അതിന്റെ അർത്ഥം എന്താ? മശിഹ വരുമ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ തെളിവാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടി യഹൂദന്മാർക്ക് മനസ്സിലാകുമായിരുന്നു എന്നത് യോഹന്നാൻ അറിയാമെന്ന് യേശുവിന് അറിയാമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ ഇത്രയും വലിയ അത്ഭുതങ്ങൾ അവൻ മശിഹയാണെന്നുള്ള തെളിവ് കൂടെയായിരുന്നു. അത് മാത്രമല്ല, അത് കൂടെയായിരുന്നു. സ്തോത്രം. അതിന് മറ്റു തെളിവുകളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ അതിൽ യേശു അത്ഭുതം ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് യേശു മനസ്സലിഞ്ഞു. ഈ മനസ്സലിവ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു മനുഷ്യൻ ആവശ്യത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകും, ഈ വ്യക്തി നാളെ എനിക്ക് എന്ത് വിഷയം ചെയ്യുമെന്നോ, ഈ വ്യക്തി നാളെ എന്നെ സഹായിക്കുവാൻ സാധ്യതയുണ്ടോന്നോ, അല്ലെങ്കിൽ ഈ വ്യക്തി നാളെ എനിക്ക് ഉപകാരമായി തീരുമോന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്ന് തോന്നലല്ല ക്രിസ്തുവിൽ ഉള്ള ഒരു മനസ്സലിവ് എന്ന് പറയുന്നത്. സ്തോത്രം. യേശു രോഗികളെ സൗഖ്യമാക്കി, ഇവിടെ മനസ്സലിവ് സൗഖ്യമാക്കി എന്ന് പറയുന്നത്, ഇവരെല്ലാവരും നിത്യജീവൻ അവകാശമാക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും നാളെ ഇവരിൽ പലരും കർത്താവിന് വിട്ടേച്ചു പോകുമെന്ന് എൻ്റെ യേശുവിനെ നന്നായിട്ട് അറിയാം. സ്തോത്രം. എന്നാലും ആ ഭാവത്തിൽ നിന്ന് യേശുവിന് മാറാൻ കഴിയത്തില്ല. കാരണം യേശുവിൽ മനസ്സലിവ് ഉണ്ടായിരുന്നു. സ്തോത്രം. അവൻ യേശുവിൽ മനസ്സലിവ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ധരിക്കണമെന്ന് പറയുന്നത്. കുറച്ച് 1-2 വേദഭാഗങ്ങളുടെ വായിച്ചിട്ട് നമുക്ക് ആ വാക്യങ്ങളിലേക്ക് വരാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിന്റെ സ്തോത്രം 32-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. സ്തോത്രം ഭക്ഷണം കൊടുക്കുന്ന ഭാഗവുമായിട്ട് ചേർത്ത് പറയുന്ന ഭാഗം ഒന്ന് എടുത്താട്ടെ. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് യേശുവിനൊരു മനോഭാവം. ഇതാണ് മനസ്സലിവ്. സ്തോത്രം. അവരുടെ അന്നരത്തെ നിലവാരം മനസ്സിലാക്കി ദൈവം ഇടപെടുകയാണ്.
നമ്മൾ പലപ്പോഴും മനസ്സലിയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ ഒരു മനുഷ്യനോട് മനസ്സലിയേണ്ട ഒരു തകർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരിച്ച ഒരു സഹോദരിയുടെ മുന്നിൽ നമ്മൾ പോവുകയാണ്. ഇപ്പൊ ഞാൻ പോവുകയാണെന്ന് വെച്ചു, ഞാൻ എൻ്റെ ഇവിടെ ഒരാൾ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറയാ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു പോയത് അന്ന്, എന്നിട്ടൊന്നും ഞാൻ കർത്താവിനെ വിട്ടില്ല എന്ന് നമ്മൾ അവിടെ പോയി പറയരുത്. സ്തോത്രം. അങ്ങനെ ഒരു ആശ്വാസത്തിന്റെ വാക്കായിട്ട് ഉദാഹരണമായിട്ട് പറയാമെങ്കിലും സ്തോത്രം, അത് നമ്മൾ അത് പറഞ്ഞാൽ അവർക്ക് ആശ്വാസമാകത്തില്ല. കാരണം അവർക്ക് അവരുടെ ഭർത്താവ് നഷ്ടമായി. അവരുടെ നിലവാരത്തെ മനസ്സിലാക്കി മനസ്സലിവന് യേശുവിന് കഴിയുമായിരുന്നു. ആ മനോഭാവത്തിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മൾ പറയുന്നത്, നമ്മൾ ഒരാളുടെ കഷ്ടം കേൾക്കാൻ നമ്മളെന്താ പറയുന്നത്, അതിൽ കൂടുതൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ദൈവദാസം വന്ന് കഷ്ടപ്പെടും. അപ്പൊ ഞാൻ പറയുകയാണ്, ഞങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കടന്നു പോയിട്ടുള്ള, നിങ്ങൾ അത്രയൊന്നും പോയിട്ടില്ലല്ലോ കേട്ടോ. അത് മനസ്സലിവല്ല, അത് മനസ്സിന് കഠിനമാണെന്ന് പറയേണ്ടി വരും. സ്വത്രം. അത് കഠിന മനസ്സെന്ന് പറയേണ്ടി വരും. ആമേൻ. പാറ പോലെയുള്ള മനസ്സെന്ന് പറയേണ്ടി വരും. സ്വത്രം. യേശുവും വിശന്നിരിക്കുകയാണ്, ശിഷ്യന്മാരും വിശന്നിരിക്കുകയാണ്. സ്വത്രം. ആമേൻ. യേശു പറഞ്ഞില്ല, കണ്ടോ ഞാനും വിശന്നിരിക്കുക, അവര് പോകട്ടെ, തളർന്നു പോകട്ടെ എന്ന് യേശു പറയുന്നില്ല. ഞാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ, ഞാൻ ഇത്രയും കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളും കഷ്ടപ്പെടട്ടെ, രോഗികളായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് യേശു പറഞ്ഞില്ല. യേശു എല്ലാ കാര്യങ്ങളും സഹിക്കാൻ പിതാവിൽ നിന്ന് കടന്നു വന്നവനായതുകൊണ്ട് യേശുവിന് കഴിയുമെങ്കിലും അതേ സാഹചര്യത്തിലേക്ക് പൂർണ്ണമായി യേശുവിനെ ദൈവത്വത്തെ ഒഴിച്ച് കടന്നു വന്നപ്പോഴും യേശു അത് വെച്ചിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്നില്ല. അവൻ മനസ്സിനുള്ളവനായിട്ട് അവരുടെ വിശപ്പ് കണ്ടിട്ട് മനസ്സിലാക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ വീട്ടിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞു, എൻ്റെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വയറ് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. എൻ്റെ വീട്ടിൽ നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ഡ്രസ്സ് ഉണ്ടെന്നാണ്. സ്വത്രം. എൻ്റെ വീട്ടിൽ നല്ല നിലയിലാണെങ്കിൽ മറ്റുള്ള എല്ലാവരും നല്ല നിലയിലാണെന്നാണ്. സ്വത്രം. എന്നാൽ യേശു സ്വർഗങ്ങളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് യേശു കർത്താവ് മനുഷ്യരുടെ മുന്നിൽ കാണിച്ചൊരു മനോഭാവം കണ്ടോ? വിശന്നിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് എൻ്റെ കർത്താവിന് മനസ്സിൽ, നമ്മൾ ഇന്ന് പലപ്പോഴും കുറ്റം പറയും, വിശന്നിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് അവർക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ? എന്നാൽ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വിശന്നിരിക്കുന്നതെന്നോ, എന്തുകൊണ്ട് അവർ ഇങ്ങനെ ആയിപ്പോയെന്നോ, എന്തുകൊണ്ട് അവർ ഈ അവസ്ഥയിലായിപ്പോയെന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് മനസ്സിലില്ല. ഞാൻ ഈ വചനം പറയുമ്പോൾ നമ്മൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള കപടമുഖങ്ങൾ, കഠിനമായ ഹൃദയത്തിന് ഉടമകളാണെന്നുള്ള സത്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അത് യേശുവിൽ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത്, കഷ്ടപ്പെട്ടൊരു മനുഷ്യൻ മുന്നിൽ വരുമ്പോൾ എന്നാ പിന്നെ കഷ്ടപ്പെട്ടാട്ടെ, അതൊന്നും കുഴപ്പമില്ല, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകാൻ വരുന്നില്ലല്ലോ എന്ന് പറയുകയല്ല. കഷ്ടം അനുഭവിക്കുന്ന വ്യക്തി നാളെ ഒരുപക്ഷെ യേശുവിനെ ക്രൂശിക്കുമെന്ന് മനസ്സിലാക്കിയാലും യേശു അവരുടെ മുന്നിൽ കാണിച്ച മനോഭാവം സിമ്പതിയോടുകൂടി, വളരെ അലിവോടുകൂടി, ആർദ്രതയോടുകൂടി, കരുണയോടുകൂടി അവരോട് ഇടപെടാൻ തയ്യാറായി. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ ദിവസങ്ങളിൽ ഓരോരുത്തരെ കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. എത്രയോ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മുന്നിൽ അവരെ മാർക്കിട്ടും, അവരെ കുറ്റം പറഞ്ഞും, അവരെ മാറ്റി നിർത്തിയും കർത്താവ് നമ്മളെ മനസ്സലിവ് കാണിക്കാൻ കൊണ്ടുവന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചു തള്ളിയവരെ. സ്തോത്രം. വചനത്തിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളാൽ അവരെ നമ്മൾ മാറ്റി നിർത്തി. സ്തോത്രം. എന്നാൽ യേശുവിൽ ആ ഭാവമുണ്ടായിരുന്നില്ല. സ്തോത്രം. യേശു അങ്ങനെ ഇടപെട്ടിരുന്നില്ല. അവർ നാളെ ഈ ഭക്ഷണം കൊടുക്കുന്നവർ ഇവനെ ക്രൂശിക്കുക എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇവരെല്ലാവരും കളഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് അതല്ല. കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യർ ഇവിടെ തളർന്നു വീഴുമെന്നുള്ളതാ. ഈ ഭാവം നമുക്കുണ്ടോ? ഈ ഭാവം നമ്മളിലുണ്ടോ? നിങ്ങളുടെ മുന്നിൽ ഇന്ന് രാത്രിയിൽ ദൈവം കൊണ്ടുവരുന്ന ചിലരുടെ മുഖങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ മുഖമായിരിക്കാം, നിങ്ങളുടെ ചാർച്ചക്കാരുടെ മുഖമായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത് സഹകരിക്കുന്നവരുടെ മുഖമായിരിക്കാം. അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താ? അവരുടെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും മനസ്സലിവ് കാണിക്കാതിരിക്കാൻ നോക്കുകയാണോ? ഈ സത്യത്തിൽ ഈ മനസ്സലിവ് എന്നതിന് കുറച്ചുകൂടി അതിനുവേണ്ടി അല്ല യേശു ഉപമ പറഞ്ഞതെങ്കിലും ശമരിയാക്കാരന്റെ ഉപമ പറയുമ്പോൾ, നല്ല കൂട്ടുകാരൻ ആരാണെന്ന് യേശു കർത്താവ് ഉപമ പറയുമ്പോൾ അവിടെയും ഈ വാക്ക് യേശു കർത്താവ് തന്നെ പറഞ്ഞ് രേഖപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു.
ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കണ്ടോ, മനസ്സലിവിന്റെ ഭാവം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്തു പോകുന്ന നന്മകൾ. ഈ നന്മ മനസ്സലിവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ ശമരിയക്കാരന് അവന്റെ അവസ്ഥ കണ്ട് പെട്ടെന്നുള്ള ഒരു ഭാവമാണ്, അവന്റെ തകർച്ച കണ്ടിട്ട് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ബന്ധുവല്ല. ഈ ഉപമ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി യേശു പറഞ്ഞത്, അതിനുവേണ്ടി മാത്രമാണ് സത്യത്തിൽ വ്യാഖ്യാനിക്കേണ്ടത്. എന്നാൽ ഇതൊന്നും മനസ്സിലാകാൻ വേണ്ടി ഞാനതൊന്ന് പറയുക. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് സ്തോത്രം വ്യാഖ്യാന ശാസ്ത്രം ശരിയല്ല സ്തോത്രം. എന്നാൽ ഞാൻ ആ ഭാഗത്തെ ഒന്ന് മനസ്സിലാക്കാൻ, ഒരു മനുഷ്യന് മനസ്സലിവ് തോന്നിയപ്പോൾ കാണിക്കുന്ന ഭാവമാണ് സ്തോത്രം. എന്താണ്? നേരത്തെ ഒരു അറിവുമില്ലാത്ത, നാളെ ഈ മനുഷ്യൻ എനിക്ക് പ്രയോജനകരമാകുമോ എന്നറിയത്തില്ല, ഈ മനുഷ്യന് ഞാൻ ഇതൊക്കെ ചെയ്താൽ ഞാൻ വല്ല കേസിലാകി പോയി പോകുമോ എന്നറിയത്തില്ല, ഞാൻ കള്ളനാകുമോ എന്നറിയത്തില്ല, ഇതൊന്നുമില്ല. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി സ്തോത്രം. അവിടെ യേശു പറയുന്ന പുരോഹിതനെ, ലേവ്യനെ വളരെ നെഗറ്റീവായിട്ടാണ് യേശു കർത്താവ് കാണിച്ചിരിക്കുന്നത്. നമുക്കുണ്ടോ ഈ ശമരിയക്കാരന്റെ മനോഭാവം? സ്തോത്രം. മനസ്സലിവ് കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് നമുക്കെന്ത് ഗുണമുണ്ടെന്നോ ദോഷമുണ്ടെന്നോ അല്ല. മുന്നിലിരിക്കുന്ന വ്യക്തി തകർന്നിരിക്കുന്നു, എൻ്റെ ഒരു കരമുണ്ടെങ്കിൽ അത് ആശ്വാസമാകുമെങ്കിൽ, എൻ്റെ വാക്കാണെങ്കിൽ ഞാൻ വാക്കുകൊണ്ട്. ചില ആളുകൾ ആശ്വസിപ്പിക്കാനും കഴിവില്ല, വേദനിപ്പിക്കാൻ നല്ല കഴിവാണ് സ്തോത്രം. അവൻ തകർന്നിരിക്കുന്ന മനുഷ്യരുടെ വീട്ടിൽ ചെന്നിട്ട് അവർ പറയുകയാണ്, ഇത്രയൊക്കെ കഷ്ടമല്ലല്ലോ, അതൊന്നും ഒരു കുഴപ്പമില്ല. അവർക്കത് ആ കഷ്ടം വലുതാണ് സ്തോത്രം. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയും. കാരണം കഠിന ഹൃദയരാണ്, കഠിനമായ മനുഷ്യരാണ്. ക്രിസ്തുവിന്റെ മനോഭാവത്തിലല്ല അവർ. ക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല. ലൂക്കോസിന് ശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും സ്ത്രീയുടെ കണ്ണുനീർ കണ്ടിട്ട്, തന്റെ കുടുംബത്തിലെ തകർച്ച കണ്ടിട്ട് അവിടെയും ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു മനസ്സലിഞ്ഞു സ്തോത്രം. ഈ മനോഭാവമായിരുന്നു യേശുവിന്റെ മനോഭാവം. നാളെ ഈ വ്യക്തി സഭയിൽ കയറുമെന്നോ, നാളെ ഈ കുഞ്ഞ് പാസ്റ്ററായി തീരുമെന്നോ ഒന്നും യേശുവിന് അറിയത്തില്ല. മുന്നിൽ വന്ന വ്യക്തി തകർന്നു കിടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ, മുന്നിൽ വരുന്ന വ്യക്തി തകർച്ച അനുഭവിക്കുന്നു, ഈ സഹോദരിക്ക് ഇനി ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു മനസ്സലിഞ്ഞ് ചെയ്തു പോകുകയാണ് അത്ഭുതങ്ങൾ. യേശു മനസ്സലിഞ്ഞ് ചെയ്തു പോകുകയാണ് അടയാളങ്ങൾ. നമുക്കൊരു പക്ഷെ അടയാളങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ വാക്കുകൾ ഒരുപക്ഷെ ദൈവം നമുക്ക് നല്ലതായി തന്നിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു തുണി കൊടുക്കുവാൻ നമുക്ക് കഴിയുമായിരിക്കാം. കണക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചത്, കൊറോണയ്ക്ക് ശേഷം നല്ല പോഷകാഹാരക്കുറവ് കൊണ്ട്, ന്യൂട്രീഷൻ കുറവ് കൊണ്ട് അനേക കുഞ്ഞുങ്ങൾ അപകട നിലയിലാണെന്നാണ് പറയുന്നത് സ്തോത്രം. അനേക കുഞ്ഞുങ്ങളുടെ ഭാവി അത് മുഖാന്തരം നഷ്ടപ്പെട്ടു പോയി. എന്നാണ് ട്യൂഷന് ഫീസ് കൊടുക്കാനില്ലാതെ അങ്ങനെ വിവിധ നിലവാരങ്ങളിൽ ഭാരപ്പെടുന്നുണ്ട്. നമുക്ക് ഈ മനോഭാവം ഉണ്ടെങ്കിൽ എത്രയോ പേരെ നമ്മളുമായി ഇനി നമ്മൾ പുതിയതായി തേടിപ്പോകണ്ട, ആരോടും ഫോൺ വിളിച്ച് ചോദിക്കണ്ട. നമുക്കറിയാൻ വേണ്ടി ദൈവം നമ്മുടെ മുന്നിൽ ചിലരെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാവുന്ന ചിലരെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ അത് ബോധ്യം വരും. ആ കുഞ്ഞിനെ, ആ സഹോദരിയെ നാളെ ഒരുപക്ഷെ ആ സഹോദരി ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ലായിരിക്കാം. പക്ഷെ ക്രിസ്തു നിങ്ങളുടെ മുന്നിൽ അവരെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ അകത്തുകൂടി ക്രിസ്തുവിന്റെ ഭാവം വരാനാണ് സ്തോത്രം. അവരെ നന്മ പഠിപ്പിക്കാനല്ല, നിങ്ങളെ മനസ്സലിവ് പഠിപ്പിക്കാൻ, നിങ്ങളിൽ മനസ്സലിവ് ഇല്ലെന്ന് മനസ്സിലാക്കാൻ, നിങ്ങളത്ര കഠിന ഹൃദയരാണെന്ന് മനസ്സിലാക്കാൻ, നിങ്ങളൊന്ന് തകരാൻ, നിങ്ങളൊന്ന് ഉടയാൻ, നിങ്ങളൊന്ന് ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വളരാനാണ് അങ്ങനെയുള്ള അയൽബന്ധങ്ങളെ, അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ പൂർണ്ണമായിട്ട് ഇടയാക്കട്ടെ സ്തോത്രം. ദൈവസന്നിധിയിൽ 1 യോഹന്നാന്റെ ലേഖനം 3:17 കൂടെ വായിച്ച് ആ ഭാഗത്തെ കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. വേഗത്തിൽ വായിച്ചാട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 3:17 വാക്യം. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ആമേൻ. ദൈവത്തിന്റെ ഇത് ദൈവം നമ്മളിൽ വസിക്കാം. ദൈവത്തെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ ബൈബിൾ ക്ലാസ്സുകളിൽ കൂടിയും ദൈവം നമ്മളെ നടത്തുന്നത്. സ്തോത്രം. ദൈവം നമ്മളെ ഫ്രീ ആയി തന്റെ മക്കളാക്കി തീർത്തിട്ട് ഇനി അങ്ങ് ജീവിച്ചാട്ടെന്ന് പറയുകയല്ല. ദൈവം നമ്മളെ പറയും, ഞാൻ നിങ്ങളെ എൻ്റെ സ്വഭാവത്തിൽ കൂടി ലോകത്തിൽ വെളിപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ പുത്രനോട് അനുരൂപരാക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിതാവ് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ ധരിക്കാൻ ഇന്ന് രാത്രിയിൽ നമ്മളോട് പറയുകയാണ്. സ്തോത്രം. അങ്ങനെ മനോഭാവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല.
നമുക്ക് സ്തോത്രം പറയാൻ എളുപ്പമാ, ചിലവില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ പറയാൻ ചിലവില്ല. അന്യഭാഷ പറയാൻ കുറച്ച് വിയർപ്പൊഴുക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ കുറച്ച് സ്വരമെടുത്താൽ മതി. സുവിശേഷം പറയാനും ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. നിത്യതയെക്കുറിച്ച് വാദോരാതെ എന്നെ പോലെ പ്രസംഗിക്കാൻ ഒരുപക്ഷെ വലിയ ചിലവില്ല. എന്നാൽ ആ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിലേക്ക് കുത്തിക്കയറണം. എന്താണ് അവിടെ പറഞ്ഞത്? സ്തോത്രം. നമ്മുടെ സഹോദരൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വസ്തുവകയിൽ നിന്നും വീതിക്കുവാനോ വസ്തുവകയിൽ നിന്ന് നമുക്ക് പകിട്ട് കൊടുക്കുവാനോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക്, ഞാൻ ഈ പറഞ്ഞ പ്രസംഗം കൊണ്ട് നാളെ നിങ്ങൾ വസ്തു വിറ്റത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗം കേട്ടിട്ട് ഇന്ന് രാത്രിയിൽ കുറെ പേരെ സഹായിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല. ഈ മനോഭാവത്തിൽ വരണം. ഇത് വന്നില്ലെങ്കിൽ കൊടുക്കണ്ട. സ്തോത്രം. ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ സ്തോത്രം നമ്മൾ ആ ചെയ്യുന്നത് നിർത്തിയിട്ട് ഈ മനോഭാവത്തിലേക്ക് വന്നിട്ട് ചെയ്താൽ നമ്മൾ ചെയ്യുന്നതിൽ ഒരിക്കലും പുകഴത്തില്ല. സ്തോത്രം. യേശു കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കിയതായിരുന്നു, സ്തോത്രം, എല്ലാം തിരിച്ചു തന്നാട്ടെ എന്ന് പറയുകയല്ലേ യേശു കർത്താവ് ചെയ്തത്. യേശു കർത്താവിന്റെ മനോഭാവം, അവർക്ക് അപ്പോഴുള്ള ഫീലിങ്സിന് യേശുവിന് മനസ്സിലായി. യേശുവിന് അവരുടെ ഒരുപക്ഷെ എനിക്ക് ഒരുപക്ഷെ വസ്തു വലുതായിരിക്കത്തില്ല, പക്ഷെ വേറെ ചിലർക്ക് വസ്തു വലുതായിരിക്കാം. അവരെ കാണുമ്പോൾ എനിക്കൊരു പക്ഷെ വസ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് അത്രത്തോളം ഭാരമാണ്, അത്രത്തോളം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന് ആ ഭാവം യേശു കാണിച്ചു. യേശുവിന് കിടക്കുവാൻ സ്ഥലമില്ലായിരുന്നു. യേശുവിന് സ്തോത്രം നല്ല സാഹചര്യങ്ങളില്ലായിരുന്നു എന്ന് യേശു തന്നെ പറഞ്ഞു. മനുഷ്യപുത്രനോ തലചായ്പാൻ മണ്ണിൽ സ്ഥലമില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെ നടന്നിട്ട് പോലും യേശു കർത്താവ് വലിയ ക്രൂശ് ചുമക്കുവാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നിട്ട് പോലും വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ വേദനയെ യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ഭാവത്തിലേക്ക് വരുവാനാ യേശു നമ്മളെ വിളിക്കുന്നത്. മനസ്സലിവ് നിങ്ങളോളം എത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലും ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് വാക്യങ്ങളുണ്ട്. സ്തോത്രം. ആമേൻ. ആമേൻ. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 33 ഒന്ന് വായിച്ചോട്ടെ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. യെസ്, എനിക്ക് നിങ്ങളോട്. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സലിയണം, എന്തുകൊണ്ട് നമ്മൾ കരുണ കാണിക്കണമെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യമേ ഉള്ളൂ. കർത്താവ് നമ്മളോട് മനസ്സലിയും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഞാനത് പറഞ്ഞു പോയാൽ നീണ്ടുപോകും, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വിശന്നിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾക്ക് ചെലവിടാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ ജോലി ചെയ്ത് ജീവിട്ട് നമ്മൾ പറയാൻ കാരണം എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ സാലറിയും നമ്മളുടെ നന്മകളും നമ്മളുടേതാണെന്ന്, നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിൽ ഈ ഗ്രാമപ്രദേശത്ത് സഞ്ചരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു സത്യമുണ്ട്. അത് നമ്മൾ നമ്മുടേതായിട്ടൊന്ന് വ്യാഖ്യാനിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് ജീവിക്കാൻ ഒരിക്കലും കഴിയത്തില്ല കർത്താവ് ഫ്രീ ആയി നമുക്ക് തന്നതില്ലെങ്കിൽ. എന്നിട്ട് പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും ഗ്രാമത്തിലുള്ളവരോട് പറയുന്നത് ഒന്നുകൂടെ ഈ മെസ്സേജിനോട് ചേർന്ന് പറഞ്ഞോട്ടെ. അവർ പറയുന്നതാണ്, ഞങ്ങൾ അധ്വാനിച്ച് കേത്തിപാട് ചെയ്ത് അല്ലെങ്കിൽ കേത്തിൽ വയലിൽ അധ്വാനിച്ച് ഞങ്ങൾ ജീവിക്കുന്നവരാ ദൈവദാസനെ. നമ്മൾ ഇടുന്ന ഗോതമ്പും നമ്മൾ ആ വയലിലേക്ക് വിതറുന്ന ആ അരിയുടെ അല്ലെങ്കിൽ നെല്ലും ആ മണ്ണിൽ വീഴുമ്പോൾ അതിൽ ജീവൻ വെക്കുന്ന ദൈവത്തിന്റെ പ്രക്രിയ മണ്ണിനകത്ത് നടക്കുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. സ്തോത്രം. നമ്മൾ എത്രമാത്രം കഴിവുണ്ടെന്ന് പറഞ്ഞാലും, എത്രമാത്രം യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാലും, ദൈവം മനസ്സലിഞ്ഞയക്കുന്ന, ദൈവം ദയ ചെയ്തയക്കുന്ന, ദൈവം കരുണ ചെയ്തയക്കുന്ന മഴയും വെയിലും കാറ്റും വെള്ളവും ഓക്സിജനും ഈ ലോകത്തിലില്ലെങ്കിൽ ഒരു ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. ദൈവത്തിന്റെ മനസ്സലിവാണ് എന്റെയും നിങ്ങളുടെ ജീവിതം. സ്തോത്രം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നോർമൽ ലൈഫും ദൈവത്തിന്റെ മനസ്സലിവാണ്. നമ്മൾ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതും നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല. നമുക്ക് എന്താണെന്നറിയാമോ മറ്റുള്ളവരുടെ മനസ്സലിവ് വരാത്തത്, മറ്റുള്ളവരുടെ കരുണ വരാത്തത്? നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ബെറ്റർ ആയിരുന്ന സമയത്ത് യേശു എന്നെ തേടി വന്നെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ കൊള്ളാകുന്ന സമയത്ത് യേശുവിനെ തേടി വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ക്രിസ്തുവിന്റെ മുൻപാകെ ഞാൻ പല പ്രാവശ്യം കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു, ശത്രുക്കളായിരുന്നു നമ്മൾ, മോശമായിരുന്നു നമ്മൾ, പാപികളായിരുന്നു നമ്മൾ, വേണ്ടാത്തവരായിരുന്നു നമ്മൾ, യഹൂദന്മാരെന്ന തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽ പോലും അല്ലാത്തവരായിരുന്നു നമ്മൾ.
നമുക്ക് ഒരു യോഗ്യതയും പറയുവാനില്ലാത്തവരായിരുന്നു. കർത്താവിന് നമ്മളോട് മനസ്സലിഞ്ഞു. ഈ മനസ്സലിവ് യാഥാർത്ഥ്യബോധ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അറിയാതെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് മനസ്സലിവ്. എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റേതല്ല, കർത്താവ് എനിക്ക് കനിഞ്ഞു തന്നതാണ്. എൻ്റെ ജീവിതത്തിലുള്ളത് എൻ്റേതല്ല, കർത്താവ് എനിക്ക് കനിഞ്ഞു തന്നതാണ്. എൻ്റെ ലൈഫ് ദൈവത്തിൻ്റെ മനസ്സലിവാണ്, ദൈവത്തിൻ്റെ കരുണയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നെങ്കിൽ ആമേൻ. അങ്ങനെയുള്ളവർക്കായിട്ടും ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേദഭാഗത്തിലെ വേഗത്തിൽ ഞാൻ അങ്ങ് പോയി. ആമേൻ. ഇതിന്റെ കൺക്ലൂഷൻ ഞാൻ പിന്നീട് അവസാനം പറയുവാൻ ഞാൻ ശ്രമിക്കാം. സ്തോത്രം. മനസ്സലിവ് നമുക്ക് വേണമെന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ദയ. ഞാൻ ഈ വേദഭാഗത്തിലേക്ക് തന്നെ ഒന്നുകൂടെ വന്ന് അവസാനിപ്പിക്കാനായി ശ്രമിക്കാം. സ്തോത്രം. ദയ. വേഗത്തിൽ പറഞ്ഞ ദയയെ കുറിച്ച് പറഞ്ഞാൽ സ്തോത്രം, ഈ മനസ്സലിവും ദയയുമായിട്ട് വളരെ ബന്ധമുണ്ട്. സ്തോത്രം. മനസ്സലിവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ആവശ്യത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയെ മനസ്സിലാക്കി നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു പ്രത്യേക മനോഭാവമാണ് മനസ്സലിവ്. അത് ദൈവികമായി പറയുമ്പോൾ നമുക്ക് നാളെ ദോഷം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ അവരെ ചെയ്യുവാനിടയായിത്തീരും. സ്തോത്രം. മനസ്സലിവ് നമുക്ക് വരും, അത് നമുക്ക് വരുന്നതാണ്, അത് നമ്മുടെ അഭിനയമല്ല. സ്തോത്രം. ആ അഭിനയം എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യനും വരാം, അതല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ക്രിസ്തു നമ്മളോട് കാണിച്ചതുപോലെ നമുക്ക് അത് നമ്മളിൽ നിന്ന് വരണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആമേൻ. അടുത്തത് പറയാണ് ദയ. ദയ എന്ന് പറയുന്നത് ഒരു ഫീലിങ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അത് കേവലം ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ എല്ലാവരോടും അത് തന്നെയാണ്, എല്ലാവരോടും നമുക്കുള്ള മനോഭാവം ആണ് ദയ എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ആ ഭാഗത്തെ മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ദയയെക്കുറിച്ച് പറയുന്ന വേദഭാഗം നമ്മൾ മുമ്പേ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. ആ ഭാഗത്തെ കിട്ടിയെങ്കിലൊന്ന് വായിക്കാമോ? യേശുവിന്റെ ദൈവത്തിന്റെ ദയയെ പറ്റി പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിന്റെ 33, 34, 35 ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവായ കർത്താവ്. ആ ദയ കണ്ടോ? സ്തോത്രം. കർത്താവിന്റെ ദയ ഇതാ. കർത്താവിന് ആ ഭാവമുണ്ട്, അത് എപ്പോഴുമുള്ള ഭാവമാണ്. നന്ദി കെട്ടവരോടും ഉണ്ട്. സ്തോത്രം. എല്ലാവരോടും യേശുവിനുള്ള ഭാവമാണ്. സഭയിൽ ദൈവം ചിലർക്ക് ദയയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കഠിനമായ മനസ്സെന്ന് പറയുന്നത് പോലെയാണ്. ദയ എന്ന് പറഞ്ഞൊരു ഭാവമേ ഇല്ല. സ്തോത്രം. ദയയുടെ കണമില്ല. ഞാനിത് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പരീക്ഷ ഭക്തിയാണിത്. പരീക്ഷ ഭക്തി. അത് ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 23 23-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാമല്ലോ. ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് 23-ാമത്തെ വാക്യം. ഒത്തിരി പരീക്ഷമാരെ പറ്റി പറയുന്നുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. 23-ന്റെ 23-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ആമേൻ. ഘനമായ കരുണ നമ്മൾ മറന്നു കളയുന്നു. എന്നിട്ട് നമ്മൾ പരീക്ഷന്മാരെന്താ പറയുന്നത്? അവർ പറയുകയാണ്, ഞാൻ തുളസി, ആമേൻ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ന്യായം എവിടെ? കരുണ എവിടെ? വിശ്വസ്തത എവിടെ? അവിടെ ചോദിക്കുന്ന ഈ വേദഭാഗങ്ങളാണ് കർത്താവിൽ. അത് വേണം, മറ്റേത് വേണ്ട എന്നല്ല, അതും വേണം. എന്നാൽ ഇത് നമ്മളിൽ ഒട്ടും കുറയുക. ഘനമായത് ഇതാണ്. നമുക്ക് ഘനമല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ എന്റെ കൂടെ ആരാധിക്കുന്നവരെക്കാൾ കൊള്ളാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരീക്ഷ ഭക്തിയാണത്. നമുക്ക് ദയയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് ബൈബിൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ദയ ഉണ്ടോ? ദയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ദുഃഖിക്കത്തില്ല. നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, അന്ന് പാസ്റ്ററെ ഞാൻ ചെയ്തു, ഞാൻ അറിഞ്ഞില്ല ഇവരിങ്ങനാണെന്ന്, ഇത്ര ദോഷം വരുമെന്നറിയാതെ ഞാൻ ചെയ്യത്തില്ല. എന്നോട് അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരുടെ നിന്ന് പേടിക്കാനും ഭയങ്കര പേടിയാണ്. കാരണം അവർ ഒരു പക്ഷേ അവർ നമ്മളെ നിന്ന് നാളെ നമ്മളും ചിലപ്പോൾ അവരങ്ങനെ നമ്മളെ കുറിച്ച് പറഞ്ഞാലും
അങ്ങനെ പറയുന്നവർ ഞാൻ ഒത്തിരി സുവിശേഷ വേലയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം, പരസ്പരം ഒരുപക്ഷെ നിങ്ങൾ സഭയിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇത് ദയയുടെ മനോഭാവമല്ല. സ്തോത്രം. ഇത് ക്രിസ്തുവിന്റെ ഒരു ഭാവമല്ല. ഇത് ക്രിസ്തുവിന്റെ ചിന്തയല്ല. ഇത് ദയയില്ല. ദയയില്ലാതെ നമ്മൾ പരീശന്മാര് ചെയ്തതുപോലെ ചെയ്തിട്ട് നമ്മൾ സന്തോഷിക്കുക നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല. ഘനമായത് കരുണയാണ്, ഘനമായത് ദയയാണ്, ഘനമായത് മനസ്സലിവാണ്. നമ്മളിൽ അത് ഇല്ലെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ എന്ന് പറഞ്ഞല്ലോ അങ്ങ് സമ്മതിക്കുക. ഇപ്പൊ ഞാൻ ഒരാളോട് ദയ കാണിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറയത്തില്ല, ഓ അന്നത് ചെയ്യണ്ടായിരുന്നു കേട്ടോ, നീ പറഞ്ഞോണ്ടാ അത് ചെയ്തത് എന്ന് ഞാൻ പറയത്തില്ല. അത് ഞാൻ എൻ്റെ ദയ കൊണ്ട് ചെയ്തതല്ലേ. അത് ക്രിസ്തു എന്നിൽ കൂടി ജീവിച്ചപ്പോൾ ഉണ്ടായ മനസ്സലിവല്ലേ. അതിൽ എനിക്കെന്തിനാ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്? അതിനെന്തിനാ ഞാൻ ദുഃഖിക്കുന്നേ? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ കഴിഞ്ഞു പോയതിൽ ഇങ്ങനെയുള്ളതിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ദയ ലേശമില്ല, നമ്മളിൽ മനസ്സലിവില്ലെന്ന് സമ്മതിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മളിൽ ഈ മനോഭാവത്തിലേക്ക് ഇനി വരേണ്ടതുണ്ട് എന്ന് ഈ ലേഖനത്തിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടെന്നെങ്കിലും മനസ്സിലാക്കണം. ദയ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. കേവലം ലോകത്തിന്റെ ഭാഗത്തിൽ മാത്രമല്ല, യേശുവിന്റെ ദയ തീത്തോസിന്റെ ലേഖനത്തിൽ കർത്താവ് നമ്മളോട് കാണിച്ച ദയ പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ ദൈവത്തിന്റെ ദയയെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ ടൈറ്റസ് ചാപ്റ്റർ 3 വേഴ്സ് 4-5, 3-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രയെ രക്ഷിച്ചത്. ആമേൻ. ദൈവത്തിന്റെ കരുണയാലാണ് നമ്മളെ രക്ഷിച്ചത്. ദൈവത്തിന്റെ ദയാലാണ് നമ്മളെ രക്ഷിച്ചത്. സത്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മനസ്സലിവും ദയയും നമ്മളിൽ വരാത്തത് എന്താണെന്ന് അറിയാമോ? നമുക്കത് കിട്ടിയെന്ന് നമുക്കിതിനെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഈ കൊലോസ്യ ലേഖനത്തിൽ പറയട്ടെ, 1-ഉം 2-ഉം അധ്യായങ്ങൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവത്തിന് നമ്മൾ പ്രിയരായി തീർന്നത് നമ്മുടെ അയോഗ്യതകൾ കൊണ്ടാ. നമ്മൾ മറ്റൊന്നിലും ആശ്രയിക്കത്തില്ല എന്ന് ബോധ്യമായി അത്ര ഉള്ളെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ. സ്തോത്രം. ദൈവത്തിന്റെ ദയ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വീടില്ലായിരുന്നെങ്കിൽ കർത്താവിന്റെ മകനോ മകളോ ആയി തീരാൻ നമുക്ക് ആർക്കും യോഗ്യതയില്ലായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ രക്തവും കർത്താവിന്റെ സ്നേഹത്തിന്റെയും ദയയുടെയും വഴി നമുക്ക് യഥാർത്ഥമായി ബോധ്യമായെങ്കിൽ നമ്മൾ ഒരു മനുഷ്യന്റെ മുന്നിൽ ദയവില്ലാതെ പെരുമാറത്തില്ല. മദ്യപിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ കൂടി നമുക്ക് ദയ തോന്നും. സ്തോത്രം. മനസ്സലിവ് തോന്നും. ചീത്ത വിളിക്കുന്ന അയലത്തുകാരനെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് എന്താ ദയ തോന്നുന്നത്? കർത്താവേ, ഈ വ്യക്തിക്ക് നിന്നെ വെളിപ്പെട്ടില്ലല്ലോ. യേശുവിന് പാപികളോടുകൂടി സമയം ചെലവഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതിന്റെ കാരണം എന്താ? അവർ രോഗികളാണ്. സ്തോത്രം. അവർ ആവശ്യമുള്ളവരാണെന്ന് യേശുവിന് ബോധ്യമായി. അവർക്ക് ദൈവത്തിന്റെ ദയ ആവശ്യമാണ്. അവർ അത് ആഗ്രഹിക്കുന്നു. എന്നാൽ പരീശന്മാരെ പോലെയുള്ളവർ എല്ലാം തികഞ്ഞവരെ പോലെ ഇരുന്ന് ചിന്തിക്കുന്നത് എന്താണ്? ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അവർ നീട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ഉപവസിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ കാണുന്നുണ്ട്, അവർ പദാരം കൊടുക്കുന്നെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, ഘനമായത് അവർ പുറമേ കാണിക്കേണ്ടാത്തത് കൊണ്ട് അത് ഉണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ കപടഭക്തരായി ജീവിക്കുന്നു. സഭ അങ്ങനെ ആകുവാൻ ദൈവത്തിന് ഉദ്ദേശമില്ലാത്തത് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദയുള്ളവരാകണം. കാരണം നിങ്ങൾ ദയ ലഭിച്ചവർ. അസാധാരണമായ ദയ പൗലോസിനോട് ആ ദ്വീപുകാരി കാണിച്ചെന്ന് സ്തോത്രം. ആമേൻ. പ്രേരിതോഹിക്കാം. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ ദൈവം നമ്മളോട് ദയ കാണിച്ചത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നുള്ള ഭാവം വരുമ്പോഴാ നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്തവർ നമ്മൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെയും അവരുടെ പുറകെ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും പിന്നെയും അവരോട് പറയുവാൻ നമുക്ക് ഭാഗമായി തീരുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന മനസ്സലിവും ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ദയയും നമ്മൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ കഴിയുന്നവർക്കേ ഈ ദയയും മനസ്സലിവും ഉണ്ടാകും. ഈ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾ അറിയുക, ക്രിസ്തുവിനെ നിങ്ങൾ അടുത്തറിയുക,
നിങ്ങളുടെ യജമാനന്റെ ഭാവം എന്താണെന്ന് നിങ്ങൾ അറിയുക. നിങ്ങളുടെ നായകന്റെ ഭാവം എന്താണെന്ന് അറിയുക. യേശു നമ്മളോട് ഇടപെട്ടത് എന്താണെന്ന് അറിയുക. ഒന്നുകൂടെ ഞാൻ പല പ്രാവശ്യം കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, കർത്താവിന്റെ യോഗ്യത കൊണ്ടാണ് നമ്മൾ അവന്റെ മക്കളായി തീർന്നത്. ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ആ ബോധ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയ ദയെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം. എന്നോടും നിങ്ങളോടും ഇന്ന് രാത്രിയിൽ ദൈവം ചോദിക്കുകയാണ്, മക്കളെ, ഞാൻ നിങ്ങളിൽ നിന്നും മനസ്സലിവ് പ്രതീക്ഷിക്കുന്നു. എന്നെ നിങ്ങൾ ധരിക്കാൻ പറയുമ്പോൾ ഞാൻ മനസ്സലിവുള്ളവനാണ്, അത് ധരിക്കുവീൻ. ഞാൻ ദയുള്ളവനാണ്, അത് ധരിപ്പീൻ. ഇതൊക്കെ ധരിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ഭാര്യയോട് മനസ്സിലുണ്ടോ? ഭാര്യയോട് ദയ തോന്നുന്നുണ്ടോ? നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ നമുക്ക് ദയ തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും മനുഷ്യനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് ഇനി പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലെങ്കിലും രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നു, ഇതിൽ കൂടുന്ന ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ നന്നായിട്ട് ഒരു പക്ഷെ അനുസരിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മൾ ഒരുമിച്ച് പണിയപ്പെടേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ. സ്തോത്രം. മനസ്സലിവും ദയ എന്ന് പറയുന്ന രണ്ട് ഭാഗവും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് നമുക്കൊരു വ്യക്തിയുടെ ആവശ്യത്തെ മനസ്സിലാക്കാൻ, ഏത് വ്യക്തി തന്നെ നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമുക്കുണ്ടാകുന്ന ഭാവമാണ് മനസ്സലിവ്. അവൻ എപ്പോഴും നമ്മളെല്ലാവരോടും, ഏത് തരത്തിലുള്ള ആളുകളോടും നമുക്ക് അങ്ങനെ ഒരു ഭാവമേ ഉള്ളൂ. ആ ഭാവമാണ് ദയ. സ്തോത്രം. ഇത് രണ്ടും നിങ്ങളോളം എത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ ഭാഗം ഒന്ന് തുടങ്ങി വെക്കുവാനേ സമയമുള്ളൂ. അത് ഞാൻ തുടങ്ങി വെച്ചിട്ട് അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, താഴ്മ. സ്തോത്രം. താഴ്മ എന്നത് ഈ കൊലോസ്യ ലേഖനത്തിൽ ഇതിനു മുമ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞാനിത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതുമാണ്. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നത് രസിക്കുന്നു എന്ന്. സ്തോത്രം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ തന്നെ 23-ാമത്തെ വാക്യത്തിലുണ്ട്, അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന് ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. എന്നാൽ യഥാർത്ഥ താഴ്മ എന്ന് ബൈബിൾ പറയുന്ന താഴ്മ ക്രിസ്തുവിലുണ്ടായിരുന്ന താഴ്മയാണ്. എനിക്കറിയില്ല അത് എത്രമാത്രം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അത് കുറച്ച് സമയങ്ങളെടുത്ത് പറയേണ്ടതാണ്. സ്വത്രം. തുടങ്ങിയാൽ നിർത്തുമോ, തീരുത്തുമില്ല. സ്വത്രം. എന്നാലും ഞാനത് തുടങ്ങി വെക്കാം. സ്വത്രം. ബാക്കി നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാനിപ്പോൾ തുടങ്ങി വെക്കുമ്പോൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന, ഇതിന് ഭൂരിപക്ഷം ആളുകൾ ഓൾറെഡി അറിയാവുന്നവരായതുകൊണ്ട് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. സ്വത്രം. ഞാൻ എല്ലാ സ്വഭാവവും ക്രിസ്തുവിന്റെ സ്വഭാവമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വത്രം. ഞാനിപ്പോൾ പറഞ്ഞ താഴ്മ അത് ക്രിസ്തുവിലുണ്ടായിരുന്നു. യേശുവിന്റെ താഴ്മ നന്നായിട്ട് വരച്ച് കാണിക്കുന്ന ഒരു ലേഖനം തന്നെയുണ്ട്. സ്തോത്രം. പൗലോസ് ഒരു ലേഖനത്തിൽ യേശുവിന്റെ താഴ്മ വരച്ച് കാണിച്ചിട്ടുണ്ട്. സ്തോത്രം. ആർക്കെങ്കിലും പറയാമോ ഏത് ലേഖനത്തിലാണെന്ന്? വെരി ഗുഡ്. ഫിലിപ്പിയ ലേഖനം. വളരെ നന്ദി ആന്റി. ഫിലിപ്പിയ ലേഖനം മുഴുവൻ ഒന്ന് പഠിച്ചാൽ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് താഴ്മയാണ്. സ്തോത്രം. തൊട്ടടുത്ത് വരുന്ന വാക്യമായ സൗമ്യതയിലേക്ക് പിന്നീട് വരാം. താഴ്മ എന്ന ഭാഗം അത് സത്യത്തിൽ ഫിലിപ്പിയ ലേഖനത്തെ മിസ് ചെയ്ത് നമുക്ക് പഠിക്കാനും പറ്റത്തില്ല ആ ഭാഗം. അതുകൊണ്ട് ആ ഫിലിപ്പിയ ലേഖനത്തെ പോകാതിരിക്കാൻ കഴിയത്തില്ല. സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു വിടാം. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചത്, അല്ലെങ്കിൽ 5 മുതൽ 11 വരെ വായിച്ചത്, കുഴപ്പമില്ല. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും. സ്തോത്രം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. ഇവിടെ താഴ്മ എന്ന മനോഭാവം പഠിക്കണമെങ്കിൽ ക്രിസ്തുവിൽ, ഇത് പുതിയ നിയമത്തിൽ ഒത്തിരി സ്ഥലത്ത് യേശുവിന്റെ താഴ്മയുണ്ട്. ഞാൻ അവിടേക്ക് ഇപ്പൊ പോകുന്നില്ല. ഞാൻ കേവലം ഇവിടെ 1-2 കാര്യങ്ങൾ പറയട്ടെ. യേശുവിന്റെ താഴ്മ എന്ന് പറയുന്നത്, യേശു ഈ കൊലോസ്യ ലേഖനത്തിലെ ആളുകൾ ചെയ്തതുപോലെ അഭിനയമായിരുന്നില്ല, അത് രസിക്കുകയായിരുന്നില്ല.
യേശു ആമേ സ്തോത്രം ചെയ്ത താഴ്മ എന്താ പൗലോസ് പറയുന്നത്? അവൻ ദൈവരൂപത്തിലിരിക്കെ. ട്രിനിറ്റി ഒരുപക്ഷെ അവൻ എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. പിതാവിനോട് സമനായിരുന്നവൻ. സ്തോത്രം. അതെല്ലാം ശൂന്യമാക്കി. ആ വാക്കിന്റെ ഒക്കെ അർത്ഥം നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ശൂന്യമാക്കി, അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു മറിയുടെ ഉദരത്തിലേക്ക് ഉരുവായി വന്ന് ആമൻ 33.5 വർഷം യേശു ആ മഹത്വത്തെ മുഴുവൻ വെടിഞ്ഞ് ആമൻ പൂർണ്ണ താഴ്മയുള്ളവനായി ഈ ലോകത്തിൽ ജീവിച്ച ഒരു യേശുവിനെ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ കൂടി വരച്ച് കാണിക്കുകയാണ്. അതുകൊണ്ടാ അത് വരച്ചിലാക്കിയിട്ടാണ് പൗലോസ് പറയുന്നത്, ഇനി ഞാൻ ക്രിസ്തുവിനെ പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിന്റെ മഹത്വം മുഴുവൻ, ഗമണ്ട് പറയാനുള്ളത് മുഴുവൻ, അഹങ്കാരം പറയുവാനുള്ളത് മുഴുവൻ, ഉയർച്ച പറയാനുള്ള മുഴുവൻ, ഉയർച്ച എല്ലാം വെടിഞ്ഞ് താഴ്ന്ന രൂപമെടുത്ത ക്രിസ്തുവിന്റെ പുറകെ ഓടുന്നത് കൊണ്ട് ഞാൻ എല്ലാം ഛേദമെന്നെണ്ണുന്നു. നമ്മൾ ഇന്നും പലതും ഛേദമെന്നെണ്ണാത്തത് എന്താണെന്നറിയാമോ? നമുക്ക് താഴ്മയില്ലാത്തത് കൊണ്ടാ. നമ്മൾ ഇന്ന് ഉയരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാ. നമുക്ക് അതിലൊക്കെ പ്രശംസയുള്ളത് കൊണ്ടാ. നമ്മൾ അതിൽ നിന്നും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, ലോകത്തിന്റെ മഹത്വത്തെ. അതുകൊണ്ടാണ്. എന്നാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഉണ്ടെന്ന് കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അവർ പോകുന്നത് താഴ്മയിലേക്കാണ്. എന്താണെന്നറിയാമോ? ക്രിസ്തു എല്ലാമായിരുന്നു, എന്നിട്ട് താഴുകയാ. ഞാനിതൊന്ന് പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല. സ്വന്തം യേശു ഈ ലോകത്തിൽ വന്ന് കാണിച്ചത് താഴ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. മറ്റൊരുത്തനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നതാ. സത്യത്തിൽ യേശുവാണ് ശ്രേഷ്ഠൻ. യേശുവാണ് ശ്രേഷ്ഠൻ. പക്ഷെ യേശു മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുകയാ. അദ്ദേഹം അയ്യോ എനിക്ക് കഴിവൊന്നും ഇല്ലല്ലോ, എനിക്ക് യോഗ്യതയൊന്നും ഇല്ലെന്നല്ല. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമില്ല, പെട്ടെന്ന് ഞാൻ പറയാം. സത്യത്തിൽ ദൈവ പൈതൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ആവശ്യമേ ഇല്ല. കാരണം എന്താ? ഈ കോംപ്ലക്സ്, ഞാനിപ്പോ പറഞ്ഞ ഈ അപകർഷതാബോധം എന്ന് പറയുന്നത് എന്താ? എനിക്ക് മറ്റുള്ളവരെ പോലെ സൗന്ദര്യമില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ താടി കളിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പോലെ മുടിയില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ സൗന്ദര്യമില്ല, എനിക്ക് മറ്റുള്ളവരെ പോലുള്ള ശരീരമില്ല, എനിക്ക് വളരെ വയറുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ വണ്ണമുള്ള വ്യക്തിയാണ്, എൻ്റെ സംസാരത്തിന്റെ ശൈലി മറ്റുള്ളവരെക്കാൾ മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബ പാരമ്പര്യം വളരെ കുറഞ്ഞതാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനെയുള്ള മോശ സംഭവങ്ങൾ സംഭവിച്ചതുകൊണ്ട് എനിക്ക് വളരെ ഇജ്ജത്തിൽ അല്ലെങ്കിൽ ഒരു മാന്യത എനിക്ക് ഈ ലോകത്തിലില്ല. ഇങ്ങനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് തന്നെത്താൻ ഇടുങ്ങി ചിന്താഗതിയിലേക്ക് പോകുന്നതാണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന താഴ്മ എന്ന് പറയുന്നത് അപകർഷതാബോധമല്ല. അത് മോട്ടിവേഷൻ പ്രസംഗത്തിൽ കേൾക്കുന്ന ഞാനെന്തോ ആണെന്നുള്ള ഭാവവുമല്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്ന ഈ താഴ്മ എന്ന് പറയുന്നത്? യേശു, ഞാൻ വേഗത്തിൽ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു പിതാവിന് സമനായിരുന്നു. ഈ ലോകത്തിലായിരിക്കുമ്പോഴും അത് തന്നെയാണ്. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ട് താഴുകയാണ്. ഇത് നമ്മളുമായിട്ട് കണക്ട് ചെയ്താൽ എന്താ അതിന്റെ അർത്ഥം? ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെക്കാൾ അപ്പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ നമ്മൾ കർത്താവിന് പ്രിയപ്പെട്ടവരാ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഉണ്ടാക്കിയവന്റെ മക്കളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാത്തത്. അതുകൊണ്ടാണ് അപകർഷതാബോധം വരാത്തത്. നമുക്ക് മറ്റുള്ളവരെ ഗുണമോ ദോഷമോ ഉള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ അല്ല. ലോകത്തിലൊരു മനുഷ്യനില്ലാത്ത പദവിയിലേക്ക് ദൈവം എന്നെ ആക്കി വെച്ച് കഴിഞ്ഞു. ഞാൻ അവിടുത്തെ ആളാ. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ആ ജ്ഞാനമില്ല. ഇവർക്ക് ആത്മാവിന്റെ ജീവൻ പ്രാപിച്ചിട്ടില്ല. നമുക്കെന്താ ഈ താഴ്മ വരേണ്ടത്? നമുക്ക് മറ്റുള്ളവർ മുന്നിൽ വലുതാവാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ അവരെക്കാട്ടി ചെറുതായതുകൊണ്ടാണ്. അല്ലെ? ഓൾറെഡി നമ്മൾ അവരെക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഉയരാൻ ശ്രമിക്കത്തില്ല. എന്താണ് യേശു ഈ വചനത്തിൽ കൂടി നമ്മളോട് പറയുന്നത്? ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ അർത്ഥം? ക്രിസ്തു നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ചു, അവൻ്റെതാക്കി മാറ്റി. ലോകത്തിലൊരു മനുഷ്യനും അമേരിക്കയിൽ പോകുന്നതിനോ ഇംഗ്ലണ്ടിൽ പോകുന്നതിനോ കാനഡയിൽ പോകുന്നതിനോ ഏറ്റവും വലിയ സാലറി വാങ്ങുന്നതിനോ ഏറ്റവും വലിയ വീട് വയ്ക്കുന്നതിനോ ഏറ്റവും കൂടുതൽ വസ്തുക്കളുള്ളതിനോ ലോകം മഹത്വം കാണുന്നതിനേക്കാൾ ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള യഥാർത്ഥ ബോധ്യത്തിലേക്ക് സഭ കടന്നു വന്നാൽ,
സഭ കടന്നു വന്നാൽ നമുക്ക് താഴ്മ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം ലോകത്തിൽ ആർക്കും നമ്മളെ താഴ്ത്താൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിന്റെ ഉടയവന്റെ മക്കളാണ് നമ്മൾ. എല്ലാത്തെയും പടച്ചവന്റെ തലമുറകളാണ് നമ്മൾ. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട സഭയുടെ കൂട്ടമാണ് നമ്മൾ. നമ്മളെന്തിനാ താഴ്ന്നേ? അല്ലെങ്കിൽ താഴ്ന്ന നമ്മളെന്തിനാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് വരുന്നത്? നമ്മളെന്തിനാ അപകർഷതാബോധത്തിലേക്ക് വരുന്നത്? ഈ വചനങ്ങളാ ദൈവം നമ്മളെ, ഈ ഭാഗങ്ങളെ കുറച്ചുകൂടി നിങ്ങൾ ചിന്തിച്ചാട്ടെ. ഇതിനും കുറച്ചുകൂടി ആഴത്തിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയും. കർത്താവ് നമ്മളിൽ നിന്നും താഴ്മയുടെ അഭിനയമല്ല, താഴ്മ പ്രതീക്ഷിക്കുന്നു. ലോകത്തിൽ ആർക്കും നമ്മളെ താഴ്ത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ താഴ്മയുള്ളവരാണല്ലോ. പിന്നെ എങ്ങനെ നമ്മളെ താഴ്ത്താൻ പറ്റുന്നത്? യേശുവിനെ ഒരു പിലാത്തോസിനും താഴ്ത്താൻ പറ്റത്തില്ല. യേശുവിനെ ഒരു ലോകത്തിന് തുപ്പലിനും താഴ്ത്താൻ പറ്റത്തില്ല. യേശുവിനെ ഒരു ക്രൂശിനും താഴ്ത്താൻ പറ്റില്ല. ശപിക്കപ്പെട്ടതെന്ന് പറയുന്ന ലോകത്തിന് യേശുവിനെ ശപിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് നാണം കെടുത്താൻ പറ്റത്തില്ല. കാരണം അവൻ നാണക്കേട് എന്താണെന്ന് ഇപ്പൊ തീരുമാനിക്കുന്നത് സ്വർഗമാണ്. സ്തോത്രം. ലോകം നാണക്കേടെന്ന് വിധി എഴുതുന്ന ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി. ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യരുടെ ബലഹീനതയേക്കാൾ എത്രയോ വലുതാണ്. സ്തോത്രം. ഈ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ വചനങ്ങൾ ഒന്നുകൂടി വായിച്ച് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കുവാനും പണിയപ്പെടുവാനും ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നിന്നും നിർത്തുന്ന ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.